ഹലോ ഗൈസ്, പേളി മാണിയുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ നിങ്ങളെല്ലാം കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടല്ല തോന്നിയത്, എനിക്കത് ട്രാൻസ്ലേഷൻ വീഡിയോ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ശരിക്കും സർഫെക്സലിൻ്റെ ഒരു പരസ്യമുണ്ട്, ഏത് പോകാത്ത കറയും പോകുന്നു. അതായത് അതിൻ്റെ ഒരു വേണമെങ്കിൽ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് പേളിനെ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല, പുള്ളിക്കാരിയുടെ പോസ്റ്റ് അതേപോലെ പുള്ളിക്കാരി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, കാര്യമായിട്ടൊന്നുമില്ല. എന്തായാലും ഫസ്റ്റ് ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ കൊണ്ടും എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത്. യെസ്, പുള്ളിക്കാരി റീസെൻ്റ്ലി ഇട്ട പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി നിലവിൽ എയറിലായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയ്ക്ക് വേണ്ടി വേറൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടേണ്ട ഒരു അവസ്ഥയായി പോയി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിട്ട് പുള്ളിക്കാരി നിലവിൽ എയർ കയറിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രോൾ വരുന്ന മറ്റേ ഇംഗ്ലീഷ് ടീച്ചർമാർ മറ്റേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ, അതേപോലത്തെ ട്രോൾസാണ് ഇപ്പോൾ മെയിൻലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്യൂ ഡേയ്സ് അഗോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. പേളി ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ്. അതായത് വേറൊരാളുടെ വാക്കും കേട്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാൻ നിന്നാൽ ഇതായിരിക്കും അവസ്ഥ. അതായത് പുള്ളിക്കാരിക്ക് ഇപ്പോൾ പുള്ളിക്കാരുടെ ഒപ്പീനിയൻ പറയാനുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഫീൽ ചെയ്തു, അതായത് എനിക്ക് ഇത് പറയണമെന്ന് തോന്നിയിരുന്നെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞിരുന്നു ഓക്കെ. അതായത് വേറൊരാളുടെ ഒരു ഇത് കേട്ടിട്ട് പുള്ളിക്കാരി പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇതേപോലെ ഏറിപ്പോള മെയിൻ കാരണം. സിബി മലലിൻ്റെ മോൻ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് പേളിയുടെ ഫ്രണ്ട്സ് വല്ലതും പേളിയെ ഫോഴ്സ് ചെയ്യിപ്പിക്കുക, പേളിയുടെ ഒപ്പീനിയൻ പറയാനായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ പേളിയുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല, അവർ ശരിക്കും പറഞ്ഞാൽ പേളിയുടെ ശത്രുക്കളാണ്. ശരിക്കും പറഞ്ഞാൽ പേളിയുടെ അതേപോലത്തെ ഉള്ള ഫോളോവേഴ്സാണ് പേളിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇപ്പം അങ്ങനെ പ്രതികരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് പേളി ഇപ്പോൾ ഇത് എയറിൽ കയറാനുള്ള കാരണം. ഇപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇതും കൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ എയറിൽ കയറി, ഇനി ഇതിന് വേറെ ക്ലാരിഫിക്കേഷൻ വരേണ്ട അവസ്ഥ പോലെ ആയിപ്പോയി. ഞാൻ കുറേ റീൽസും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. എൻ്റെ ഒരു The past few days have been very painful and they have forced all of us to pause and reflect. കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും വേദനയിലാണ് ബിക്കോസ് ഓഫ് ദ ന്യൂസ് വാട്ട്സ് ഹാപ്പനിങ്. ആൻഡ് അത് നമ്മളെല്ലാവരെയും ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇന്നത് പേളി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ റീൽസിൽ നിന്ന് അവിടെ നിന്നൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് പുള്ളിക്കാരി ഇതേപോലെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. അതാണ് പേളി ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഈ പേളിയുടെ ഈ ഒരു സീൻ കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് മലയാളി ഹൗസ്, കേരള ഹൗസോ മലയാളി ഹൗസ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, ആ മൂവിയിൽ ഇത് ഈ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. സെയിം ബട്ട് ഡിഫറെൻറ്റ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എഴുതിയതിൻ്റെ പ്രശ്നമല്ല, നിങ്ങൾ വായിച്ചതിൻ്റെ തെറ്റാണ്. നിങ്ങൾ അത് ഇതേപോലെ ആയിരുന്നു വായിക്കട്ടെ, നല്ല സൗമ്യമായിട്ട് നല്ല പൊളൈറ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ കുറ്റം, അപ്പോൾ ഞാനൊക്കെ വായിച്ചതിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു അത്. All I could think was, please don't get hurt. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ. Please stay safe. If your life is in danger, go back home. No cause is worth losing a life over. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്, അയ്യോ ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ, നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ നോ കോസ് ഇസ് വർത്ത് ലൂസിങ് യുവർ ലൈഫ് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ 20 സ്റ്റുഡൻസ് മരിച്ച 20 സ്റ്റുഡൻസിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പ്രൊട്ടസ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ രാജിവെച്ചില്ലേ. ആലോചിച്ച് നോക്കി, വീട്ടിൽ തന്നെ ഇരുന്ന് ഈ പിള്ളേരെല്ലാം കൂടെ ഓൺലൈനിൽ ചുമ്മാ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാര്യം നടക്കുമായിരുന്നോ? അല്ല, വീട്ടിൽ തന്നെ എല്ലാവരും ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല നടക്കുമായിരുന്നോ? ഇപ്പോൾ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ റിസൈൻ ചെയ്യാനുള്ള മെയിൻ കാരണം. താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫായിട്ടിരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങളിത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല, ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസൊക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്.
പേളി പറയുന്ന സമയത്ത് പേളി ഇതാ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പേളി എന്നാൽ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയ സമയത്ത് അത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യണമായിരുന്നു. അല്ലാത്ത പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ, നോ കോസസ് വർത്ത് ലൂസിങ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവൻ കളഞ്ഞ് നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റിന് പങ്കെടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അതായത് അതിന് മാത്രം നിങ്ങളുടെ ജീവൻ കളഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിന്റെ ആവശ്യമില്ല. ആ രീതിയിലുള്ള ഇത് തന്നെയാണ് ഈ പുള്ളിക്കാരി ബേസിക്കലി ആ വാക്കിന്റെ അർത്ഥം. ഈ പുള്ളിക്കാരി ആ പോസ്റ്റിൽ ക്ലിയർലി മെൻഷൻ ചെയ്യണമായിരുന്നു. അതായത് ഞാൻ ഇതേപോലെ നിങ്ങളുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അതൊന്നും അല്ല സംസാരിച്ചത്, അതായത് നിങ്ങളുടെ ഈ ഇതിന് നിങ്ങൾ സൂക്ഷിച്ച് നിൽക്കണം, അത് നിങ്ങളുടെ ലൈഫ് പോവാത്ത രീതിയിൽ സേഫായിട്ട് നിൽക്കണം എന്ന രീതിയിലൊരു മെൻഷൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇന്നത്തെ മറ്റേ ആ പോസ്റ്റിനകത്ത് പുള്ളിക്കാരി മെൻഷൻ ചെയ്ത് എന്താ, നോ കോസസ് വർത്ത് ലൂസിങ് യുവർ ലൈഫ്. അതായത് നിങ്ങളുടെ ജീവൻ കളഞ്ഞ് നിങ്ങൾ ആ പ്രൊട്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യാതൊരു അർത്ഥമില്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരി എന്ന് മെൻഷൻ ചെയ്തത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, അങ്ങനത്തെ ഇത് അഡ്രസ്സ് ചെയ്ത് വരികയായിരുന്നെങ്കിൽ എന്നാൽ പിന്നെ ഈ ഫ്രീഡം ഫൈറ്റേഴ്സൊക്കെ ഇപ്പോൾ നിലവിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി എന്തിനെ ഫ്രീഡം ഫൈറ്റ് ചെയ്തെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? ആ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഏതൊരു പ്രൊട്ടസ്റ്റിനും അതിൻ്റെതായ ഒരു ഇതുണ്ട്, ഡ്രോബാക്സ് ഉണ്ടാവും. ആ ഡ്രോബാക്സ് കണ്ടിട്ടാണ് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നത്. അതുകൊണ്ടാണ് അവർക്ക് സക്സീഡ് ചെയ്യാൻ പറ്റിയത്. ഈ ജെൻസി പിള്ളേർ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ രാജിവെപ്പിക്കുക, പിന്നെ ഇനിയുള്ള നീറ്റ് എക്സാംസ് ഒക്കെ പ്രോപ്പറായിട്ട് നടത്താൻ ശ്രമിക്കുക, ഇനി ലീക്സ് ഒന്നും വരാതിരിക്കാൻ ശ്രമിക്കുക. അത് അവർ സക്സീഡ് ചെയ്തു. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഓക്കെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. യെസ്, അത് ആരുമല്ല. അത് ശരിക്കും പറഞ്ഞാൽ പേളിക്ക് മനസ്സിലായത് ഇവ ഏറിക്കേറി നാട്ടുകാരെല്ലാം പേളിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കാണ് പേളിക്ക് അത് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ പേളിനെ ക്രിട്ടിസൈസ് ചെയ്ത് ആര് ചെയ്താലും, അതായത് പുള്ളിക്കാരി ക്രിട്ടിസൈസ് ചെയ്ത് എന്തെങ്കിലും പുള്ളിക്കാരി അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുള്ളിക്കാരി ഭയങ്കര പെട്ടെന്ന് ട്രിഗർ ആവും. പുള്ളിക്കാരി ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാരിക്ക് എന്ത് ഒരു ചെറിയൊരു നെഗറ്റീവ് കമൻറ്റ്സ് വന്നാലും പുള്ളിക്കാരി പെട്ടെന്ന് ട്രിഗർ ആവുകയും അവരെ അപ്പോൾ തന്നെ ഞങ്ങൾ ബ്ലോക്ക് ആവുകയും ചെയ്യും. അത് തെറി വിളിച്ചുകൊണ്ടുള്ള കമൻറ്റ്സ് ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബ്ലോക്ക് ആക്കേണ്ട തന്നെയാണ്. അല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇതുണ്ട്, ഹെൽത്തി ക്രിറ്റിസിസം ഉണ്ട്. അങ്ങനത്തെ ക്രിറ്റിസിസം വന്നാൽ പോലും പുള്ളിക്കാരിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സിബി മാലിൻ്റെ മോനാണ് ബേസിക്കലി ആ ഒരു പോസ്റ്റ് ഇട്ടത്, പേളിക്ക് അഗെയിൻസ്റ്റ് പോസ്റ്റ് ഇട്ടത്. പക്ഷേ പേളി മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു, ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ ഇപ്പോൾ വന്നൊരു 10 പേജിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് എൻ്റെ 4 പേജിൻ്റെ പോസ്റ്റിനടി വന്നിട്ട് അജീനമോട്ടയും ചില്ലി പൗഡറും ആഡ് ചെയ്ത് എൻ്റെ പോസ്റ്റ് അങ്ങ് അൺഹെൽത്തി ആക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് പേളിമാണി ഇട്ടത്. ഇത് കണ്ടപ്പോഴത്തേക്ക് നാട്ടുകാരെന്താ വിചാരിച്ചത്, ഈ ഫെയിൽഡ് ഫിലിം മേക്കർ ആരാ എന്ന് വെച്ചാൽ സിബി മാലിൻ്റെ മോൻ ഇന്നേ അവരൊരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കുന്നത് അപ്പനെ തന്നെയല്ലേ? അതായത് ഒന്ന് ആലോചിക്കണം, മറ്റേ കിരീടം, സമറിൻ ബദ്ലയും, അതായത് നമ്മുടെ ഇഷ്ടം, ദിലീപേടൻ്റെ ഇഷ്ടം, പിന്നെ ഉസ്താദ്, ദേവദൂതൻ, ആകാശദൂത്, അങ്ങനത്തെ എപ്പിക്കായിട്ടുള്ള ലെജൻഡറി മൂവീസ് എടുത്തിട്ടുള്ള ഡയറക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സമയത്ത് പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിനുശേഷം അത് തെറ്റാന്ന് പോയത് ഭയങ്കര പല സൈഡിൽ നിന്നും പുള്ളിക്കാരിക്ക് ഇതേപോലെ ഡീഗ്രേഡ് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരി മനസ്സിലായി തെറ്റാന്ന് മനസ്സിലായപ്പോഴത്തേക്കും പുള്ളിക്കാരി ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തി. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഞാൻ എന്നല്ല, നമ്മൾ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷെ അതിൽ സിബി മലയാൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവേണ്ട. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ ഒരിക്കലും സിബി മലയാൽ സാറിന് അങ്ങനെ പറയില്ല. ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. സർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ആൻഡ് ഐ ഓൾസോ വോണ്ട് ടു സേ, ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ. ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇവിടെയും പേളി ചെയ്ത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പേളി അതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന സമയത്ത് അത് വ്യക്തമായി മെൻഷൻ ചെയ്യണമായിരുന്നു. അത് ഇന്ന ആളെക്കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ നാട്ടുകാരൊക്കെ ഇത് എന്തുകൊണ്ടാണ് സിബി മലയിലോട്ട് പോയിന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോൻ ഇതേവരെ ഒരു പടം എടുത്തിട്ടില്ല, അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ ഒരു ഫിലിം എടുത്തിട്ടില്ല. അങ്ങനെ ഫിലിം എടുക്കാത്ത ഒരാളെ ഡയറക്ടർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ടോവിനോ തൊട്ട് ഫഹദ് ഫാസിൽ തൊട്ട് എല്ലാവരും മിക്കവരും വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രണവ് മോഹൻലാൽ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഫിലിം മേക്കർ എന്ന് പറയാം. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിന് കാര്യമായിട്ട് റോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്ടറാണ് മെയിൻ.
ചിന്തിച്ചെന്താ ഈ പുള്ളിക്കാരൻ സിനിമയൊന്നും ഡയറക്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എന്താ ഇത് ആരെ ഉദ്ദേശിച്ചത്, പോലെ ആരെ ഉദ്ദേശിച്ചത്, സിബി മലയാളിനെ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് പുള്ളിക്കാരി ഏറിപ്പോകാനുള്ള മെയിൻ കാരണം. ഇപ്പം എന്തായാലും ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 80% പുള്ളിക്കാർ ഇത് ട്രാൻസ്ലേഷൻ വീഡിയോ ആയിരിക്കും. അത് ക്ലാരിഫിക്കേഷൻ മാറ്റി ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആയിരുന്നു ക്യാപ്ഷൻ കൊടുക്കേണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ട്രാൻസ്ലേഷൻ ആയിരുന്നു. 20 മിനിറ്റ് വീഡിയോ ആണ്, അതിനകത്ത് 15 മിനിറ്റും ഈ ട്രാൻസ്ലേഷനാണ്, മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. എന്തായാലും ആവട്ടെ. എന്തായാലും ഈ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ബേസ് ചെയ്ത് പുള്ളിക്കാരി വീണ്ടും കയറിയിരിക്കുകയാണ്. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം.